പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതം വിശ്വസിക്കുന്നു. ആമേൻ. പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതുവാനിടയായി, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഇന്ന് പ്രഭാതം ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർമ്മയിൽ ഓടി വരുന്നത് ഒരു അനുഭവ കഥയാണ്. അത് പ്രകാരമാണ്. വിദേശത്ത് ജോലിയുള്ള ഒരുവന്റെ ഭാര്യ മുൻകോപിയും പോരുകാരിയുമായിരിക്കുന്ന അമ്മാവി അമ്മയോടൊപ്പം കഴിയേണ്ടതായി വന്നു. ഉള്ളതിനും ഇല്ലാത്തതിനും അമ്മാവിയമ്മ മരുമകളെ കഠിനമായി ഉപദ്രവിക്കുകയും ശാസിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ കത്ത് വന്നു. അതിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിരുന്നത്: നീ ഭവനത്തിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ വിഷമിക്കേണ്ട, ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. കൂടാതെ അവധി കഴിഞ്ഞ് ഞാൻ തിരികെ പോരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോരത്തക്ക നിലയിൽ നിനക്കുള്ള വിസയും കൊണ്ടാണ് ഞാൻ വരുന്നത്. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ അവളുടെ മുഖം വാടിയില്ല. എന്നാൽ അമ്മാവിയമ്മ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവർ ഉപദ്രവിക്കുമ്പോൾ, അവളെ ശാസിക്കുമ്പോൾ അവൾ കരയുന്നില്ല. മറിച്ച് മൂളിപ്പാട്ട് പാടി അവൾ ചിരിച്ചുകൊണ്ട് ഉപദ്രവങ്ങളും ശാസനകളും സഹിക്കുന്നു. അമ്മാവിയമ്മ ഉപദ്രവിക്കുമ്പോൾ അവൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയും: തള്ളേ, നിങ്ങളുടെ കൊതി തീരെ ഉപദ്രവിച്ചോ? എത്ര കാലം ഇങ്ങനെ ഉപദ്രവിക്കുമെന്ന് കാണാം. ഏറിയാൽ 1 മാസം കൂടിയല്ലേ നിങ്ങൾക്ക് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുവാനും പീഡിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. സങ്കടം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ അവൾ മുറിയിൽ കയറി വാതിലടച്ച് ആ കത്തെടുത്ത് വീണ്ടും വായിക്കും, സമാധാനം പ്രാപിക്കും ചെയ്യും. അതുപോലെ ലോകം നമുക്കെതിരായി പോരാടുമ്പോൾ നമ്മെക്കുറിച്ച് കേട്ടറിവ് മാത്രം വെച്ച് നമ്മുടെ നന്മകൾക്കും അവനെതിരായി ശത്രു പെരുമാറുമ്പോൾ എത്രയോ പേർ ഇന്നും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഒന്ന് തകർന്നു കാണുവാൻ ഇത്തരക്കാർ ആഗ്രഹിക്കുന്നു. നാം മുഖാന്തരം അനവധി നന്മകൾ അനുഭവിച്ചവരായിരിക്കും കൂടുതലും. പലവിധമായ ഉപദ്രവങ്ങൾക്ക് നമുക്ക് കൂടിക്കൂടി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വേദപുസ്തകം എന്ന കത്തെടുത്ത് കൂടെ നാം വായിക്കണം. കാരണം നമ്മുടെ മുമ്പിലുള്ള സന്തോഷം അത്ര വലിയതാണ്. അതുകൊണ്ട് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പ്രാപിച്ച സന്തോഷത്തെക്കുറിച്ച് എഴുതാതിരിക്കുവാൻ തരമല്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നുവെന്ന് പൗലോസ് പറയുവാനിടയാകുന്നു. ആകയാൽ പ്രിയ ദൈവവേദിലെ ഇതുപോലുള്ള ഉപദ്രവങ്ങളും നമ്മുടെ നടുവിൽ നിന്നും നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശു ക്രിസ്തു വേഗത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആകയാൽ പ്രിയ ദൈവവേദലേ, ഒരു ദൈവവേദൽ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മറന്നു പോകരുത്. ഏത് കഷ്ടതയുടെ നടുവിലും നീ ആയിരുന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിശ്വസ്തയോടുകൂടെയാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവവേദനാണെങ്കിൽ നിനക്കൊരു സന്തോഷം സ്വർഗം കരുതി വെച്ചിട്ടുണ്ട്. യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് ദാവീദ് പറയുവാൻ കാരണം ആ ദൈവിക സന്തോഷവും സമാധാനവും ദാവീദ് അനുഭവിച്ചത് കൊണ്ട് തന്നെയാണ്. നന്മ വരുമ്പോൾ ഓടിക്കളയാതെ, നമ്മുടെ ആരോഗ്യകാലത്ത് ദൈവത്തെ ആരാധിക്കാതെ, ദൈവ വഴിവിട്ട് നടക്കാതെ അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഉണ്ടായിരിക്കുമെന്ന് ഭക്തൻ പാടിയതുപോലെ നമുക്കും ഈ പ്രഭാതം പറയുവാനിടയാകട്ടെ.
അതേ ദൈവവേദിലെ പൗലോസിനോടുകൂടെ ചേർന്ന് നമുക്കും പറയുവാൻ കഴിയണം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കട്ടങ്ങൾ സാരമില്ല. ഒന്ന് പകൽക്കാലം പറയാമോ? ആമേൻ. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം. ആമേൻ. വാത്സല്യ കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ദുഃഖമുണ്ടെങ്കിൽ അത് സന്തോഷമായി മാറും. ആമേൻ. ഇന്ന് അവൻ നിങ്ങൾക്ക് വേദനയും കണ്ണുനീരും നിന്ദകളും പരിഹാസമാണെങ്കിൽ അതെല്ലാം മാറി ആമേൻ നിത്യതയുടെ സന്തോഷം, ഒരിക്കലും ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാനവും സന്തോഷവും ഒരാനന്ദവും നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം നൽകും. അതിന് സംശയം വേണ്ട. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഈ പ്രഭാതം അങ്ങയുടെ ദാസിദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ കാതുകളിൽ എത്തുമ്പോൾ കർത്താവെ ഒരു സന്തോഷമുണ്ടാകുവാൻ, ദുഃഖവും നിരാശകളും മാറി ഒരു സമാധാനവും സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനായി അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മകത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നിരാശകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ നിന്ദകളും നമ്മുടെ പരിഹാസങ്ങളും എല്ലാം മാറുന്ന ഒരു ദിനമുണ്ട്. സന്തോഷത്തോടുകൂടെ ഈ പ്രഭാതമായിരിക്കാം, കാത്തിരിക്കാം. നാഥൻ വരും, നമ്മെ ചേർക്കും. ആമേൻ. സംശയം വേണ്ട.